ജമാഅത്തെ ഇസ്ലാമി വലിയ വിജയം നേടുമെന്നാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നു. പക്ഷേ അതിനെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് BNP വലിയ വിജയം നേടും. പക്ഷേ അവരുടെ ഒരു സഖ്യത്തിന് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷയം പറ്റിയിട്ടില്ല. ഇപ്പോൾ ഷെയ്ഖ് ഹസീന നല്ലതാണോ ചീത്തയാണോ, നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് എത്തുകയാണ്. താരിഖ് റഹ്മാൻ അടുത്ത പ്രധാനമന്ത്രിയായി വൈകാതെ ചുമതലയേൽക്കും. എതിർപക്ഷത്തുള്ള ജമാഅത്തെ ഇസ്ലാമി സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. വലിയൊരു വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പ് വിജയം നേടുമ്പോഴും BNP വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമ്പോഴും ദക്ഷിണേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമെന്ന നിലയിൽ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. സൈനിക അട്ടിമറികളും പ്രക്ഷോഭങ്ങളും കലാപങ്ങളുമൊക്കെ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ബംഗ്ലാദേശിൽ ഈ ഭരണമാറ്റം ഏതു തരത്തിലാണ് പുതിയ ചലനങ്ങൾ ഉണ്ടാക്കുക, ഏതു തരത്തിലുള്ള മാറ്റങ്ങളാണ് സൃഷ്ടിക്കുക, അതോടൊപ്പം ഒരു അയൽരാജ്യമെന്നതിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും, ഈ വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഇത് ചർച്ച ചെയ്യാൻ ദേവഗിരി സെൻറ്റ് ജോസഫ് കോളേജിലെ അധ്യാപകനും വിദേശകാര്യ വിദഗ്ധനുമായ ഡോക്ടർ ഡോൺ തോമസ് ഉണ്ട്. സ്വാഗതം. വലിയൊരു മുന്നേറ്റമാണ് BNP അവിടെ ഉണ്ടാക്കിയത്. 3/2 ഭൂരിപക്ഷം നേടുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഒരു വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം 2024 നടന്ന ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു പ്രക്ഷോഭമായിരുന്നത്. ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് നാട് കടത്തുന്ന സ്ഥിതിയിലേക്ക് എത്തിയൊരു വലിയ പ്രക്ഷോഭമായി അത് മാറുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടി അവാമി ലീഗ് മത്സരിക്കാൻ വിലക്കേർപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ BNPയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ നേർക്കുനേർ നടന്ന ഒരു മത്സരമായിരുന്നു, ഒരു തെരഞ്ഞെടുപ്പാണ് ഉണ്ടായത്. അതിൽ BNP ചോദ്യം ചെയ്യപ്പെടാത്ത തരത്തിൽ ആധികാരികമായൊരു വലിയ വിജയം നേടിയിരിക്കുന്നു. ഈ വിജയത്തിൻ്റെ രാഷ്ട്രീയമായൊരു അർത്ഥം എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വിഷയം വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു റിസൾട്ട് ആണ് പുറത്തേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വളരെ വിപരീതമായൊരു ഒരു 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 മുന്നേറ്റമാണ് BNP ഉണ്ടാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന, നമുക്കിപ്പോൾ കേരളത്തിൻ്റെ ചർച്ചകളിലും വളരെ സുപരിചിതമായ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അവരുടെ സംഘടനാ ശേഷി കൊണ്ടും പൊരുത്തങ്ങളില്ലാതെ പറയുന്നെങ്കിലും ഈ പറയുന്ന വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അവരുടെ സംഘടനാ ശേഷിയെയും അവരുടെ മതപരമായ അവരുടെ ഈ പറയുന്ന വിഷയങ്ങളിലുള്ള നിലപാടുകളും എല്ലാം ചേർത്ത് വെച്ച് കഴിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി വലിയ വിജയം നേടുമെന്നാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നു. പക്ഷേ അതിനെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് BNP വലിയ വിജയം നേടുന്നു. പക്ഷേ ആ വിജയത്തിനുള്ളിൽ അതിൻ്റെ രാഷ്ട്രീയമെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു പ്രക്ഷോഭം എന്നതിന് കൂടി മനസ്സിലാക്കുമ്പോൾ ആണ് നമ്മൾ ഈ വിജയം യഥാർത്ഥത്തിൽ വിജയമാണോ എന്ന് ചോദിക്കാൻ പറ്റുന്ന തരത്തിലേക്കൊക്കെ നമുക്ക് പോകുന്നത്. ഇത് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ആൻറ്റി എലീറ്റ് സമരമായിരുന്നു. ഇപ്പോൾ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ആൻറ്റി എലീറ്റ് സമരത്തിന് ശേഷം വരുന്നൊരു സർക്കാർ എന്ന് പറയുന്നത് BNPയുടെ സർക്കാരാണ്. BNPൻ്റെ സർക്കാർ കൃത്യമായി തന്നെ എലീറ്റും എസ്റ്റാബ്ലിഷ്മെൻറ്റ് സർക്കാരുകളാണ്. ബംഗ്ലാദേശിൻ്റെ ഇക്കാലയളവിൽ പല ഘട്ടങ്ങളിൽ പല രീതികളിൽ അധികാരം കൈയാളിയിട്ടുള്ളവർ തന്നെയാണ് BNP. അപ്പം ഒരു ആൻറ്റി എലീറ്റായിട്ടുള്ള ഈ പറയുന്ന ഈ മേൽത്തട്ടിലുള്ള വിഭാഗത്തിനെതിരെ നടത്തിയ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം വീണ്ടും അവർ തന്നെ തിരിച്ചു വരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യാത്മകത നിലനിൽക്കുന്നു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സമരത്തിൽ നയിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമി വലിയ തോതിൽ ഈ സമരരംഗത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ജൻസി പ്രക്ഷോഭം എന്നതിൽ വലിയൊരു, പക്ഷേ അവരുടെ ഒരു സഖ്യത്തിന് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷയം പറ്റിയിട്ടില്ല. അത് എന്തിനു വേണ്ടിയായിരുന്നു പ്രക്ഷോഭം എന്നുള്ള ചോദ്യം, അത് കോട്ട സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു. അടിസ്ഥാനപരമായി പ്രക്ഷോഭം അതിനായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ സാമൂഹികമായ, രാഷ്ട്രീയമായ, സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നെങ്കിലും ഈ കോട്ട അനുവദിച്ചിരുന്നത് 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ, വിമോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന ആളുകളുടെ മക്കൾക്കും അവർക്കും ആദ്യഘട്ടത്തിൽ ഒരു കോട്ട ഏർപ്പെടുത്തിയിരുന്നു പ്രധാനപ്പെട്ട സർക്കാർ ഗവൺമെൻറ്റിലേക്ക്. അത് പിന്നീട് 1991 ശേഷം അത് ഗ്രാൻഡ് ചിൽഡ്രനിലേക്ക് കൂടി, അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനിലേക്ക് കൂടി വരുന്ന സ്ഥിതിയുണ്ടായി. അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായത്. അത് ആദ്യം പ്രക്ഷോഭം ഉണ്ടായിരുന്നത് 2017 ആദ്യ കാലഘട്ടത്തിൽ ആദ്യഘട്ട പ്രക്ഷോഭങ്ങളിൽ ഇതിനെതിരെയുള്ള പ്രക്ഷോഭം
ഉണ്ടാവുകയും ഷെയ്ഖ് ഹസീനയ്ക്ക് ഇത് പിൻവലിക്കേണ്ടിയും വരുന്നൊരു അവസ്ഥയുണ്ടായി. അതിനെ ചോദ്യം ചെയ്ത് 2021 സമർപ്പിച്ച ഒരു ഹർജിയിന്മേൽ ഹൈക്കോടതി വിധിയുടെ മേളിലാണ് എന്ത് സംഭവിക്കുന്നത്, ഇത് വീണ്ടും തിരിച്ച് പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യം വിധി ഉണ്ടാവുകയും അത് പുനഃസ്ഥാപിക്കപ്പെടേണ്ട ആവശ്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ വലിയ രീതിയിൽ ഈ പറയുന്ന ബംഗ്ലാദേശിലെ യുവജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത കൂടി അതായിരുന്നു. ഏകദേശം ഒരു 38% വോട്ടർമാരെന്ന് പറയുന്നത്, അത് ഏകദേശം ഒരു 3 കോടി 4 കോടി വോട്ടർമാരിൽ അടുത്ത് യുവജനങ്ങളാണ്. ഒരു വളരെയേറെ യങ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചുള്ളത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് സവിശേഷമായ, സൗത്ത് ഏഷ്യയിൽ തന്നെ സവിശേഷമായ എല്ലാ വികസനത്തിന് എല്ലാ സാധ്യതകളും, അത് സാമ്പത്തിക പുരോഗതിക്ക് എല്ലാ സാധ്യതയുമുള്ള ഒരു നാട് കൂടിയാണ്. ഒരു നല്ല ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന യുവജനങ്ങളുടെ വലിയ അളവിലുള്ള പോപ്പുലേഷൻ, അതോടൊപ്പം തന്നെ ഒരു ഹാർബർ, ഒരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു ഹാർബർ, വളരെ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായെങ്കിൽ കൂടിയും ഈ സാമ്പത്തികമായ രംഗത്തോ വാണിജ്യ രംഗത്തോ തടസ്സം കൂടാതെ നിരന്തരം നടത്താൻ പറ്റുന്ന ഒരു സവിശേഷമായ സാഹചര്യം ഇതെല്ലാം ബംഗ്ലാദേശിലുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഈ പറയുന്ന പല വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ടാഗുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവരുടെ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഗാർമെന്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അതെ, വലിയ അതിൻ്റെ ആദ്യം പരുത്തിയിലായിരുന്നെങ്കിൽ പിന്നീട് അതിൻ്റെ സ്റ്റിച്ചിങ്, മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഗ്യാപ്പ്, സാറ എന്നൊക്കെ പറയുന്ന നമുക്ക് പരിചിതമായ വലിയ ലോകോത്തര ബ്രാൻഡുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ചീപ്പ് സോഴ്സ് ഓഫ് ലേബർ ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ബംഗ്ലാദേശിൻ്റെ ഈ പറയുന്ന ഉൽപ്പാദനത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് 80% അവർക്ക് വിദേശ നാണ്യം ലഭിക്കുന്നതിൻ്റെ പങ്ക് ഈ പറയുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികളിൽ നിന്നാണ്. 2021 കോവിഡിന് ശേഷം അത് വിയറ്റ്നാമിലേക്ക് മറ്റ് നാടുകളിലേക്ക് മാറിപ്പോയത് മൂലമുണ്ടായുള്ള സാമ്പത്തിക ഞെരുക്കം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത്. അതിൻ്റെ മുൻപിൽ നിന്ന് നയിക്കുന്നത് ഛാത്ര ശിബിർ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ യുവജന അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സംഘടനയാണ്. അതിനെ അടിച്ചമർത്താനുള്ള പല ശ്രമങ്ങളും ഛാത്ര ലീഗ് എന്ന് പറയുന്ന അവാമി ലീഗിൻ്റെ തരത്തിലുള്ള പ്രധാനത്തിൽ. ഇതിൽ ബംഗ്ലാദേശിൻ്റെ ചരിത്രം പഠിക്കുമ്പം ആരെയും നമുക്ക് ഈ ബൈനറികളിൽ ചിന്തിക്കാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ ഷെയ്ഖ് ഹസീന നല്ലതാണോ ചീത്തയാണോ, നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. കാരണം ബംഗ്ലാദേശിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെയേറെ അതോറിറ്റേറിയനായ, വളരെയേറെ തൻ്റെ ഭരണകാലത്ത് തൻ്റെ വിരുദ്ധരായിട്ടുള്ളവരെ പല രീതിയിൽ വേട്ടയാടിയിട്ടുള്ള ആളാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത്. ഷെയ്ഖ് ഹസീന തന്നെ പോലീസ് ഉപയോഗിച്ചും യുവജന സംഘടനകളൊക്കെ ഉപയോഗിച്ച് പല രീതിയിലുള്ള റിപ്രഷൻ മെഷേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഈ സമയത്ത് തന്നെയാണ് ഈ കെയർ ടേക്കർ ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട്. ആ കെയർ ടേക്കർ സംവിധാനം 2011 എടുത്തു കളയുന്നതിലൂടെ തന്നെ നിരന്തരം തുടർച്ചയായി തന്നെ ഈ പറയുന്ന അധികാരത്തിലിരിക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഷെയ്ഖ് ഹസീന ഒരുക്കുന്നുണ്ട്. 15 വർഷത്തോളം നിരന്തരമായ അധികാരത്തിലിരിക്കുന്നു. ഈ ഇലക്ഷനുകളെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വരുന്നത് തന്നെ ഷെയ്ഖ് ഹസീന മൂന്നാമതും അല്ലെങ്കിൽ അടുത്തൊരു ടേമും കൂടി വരുന്നു എന്നുള്ള സാഹചര്യത്തിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഈ യുവജന പ്രക്ഷോഭമൊക്കെ ഉണ്ടാകുന്നത്. അത് യൂണിവേഴ്സിറ്റികളിൽ ആരംഭിച്ച് പിന്നീട് ഒരു വലിയ ഇടത്തേക്ക് പടർന്നു പിടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്ഷോഭമായിട്ടത് മാറിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയുടെ സംഘടനാശേഷി തന്നെയാണ് ആ പ്രക്ഷോഭത്തിന് വലിയ രീതിയിലുള്ള മൂലധനമായി മാറിയത് എന്നുള്ളതാണ്. അതിനുശേഷം ഈ പ്രക്ഷോഭത്തിന് ശേഷം August 5 ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് പോയി ഇന്ത്യയിൽ അഭയം തേടുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇതിന് മുന്നോടിയായി യൂണിവേഴ്സിറ്റികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വൻ വിജയം നേടുന്നുണ്ടായിരുന്നു. അവിടെ BNP ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി വലിയ വോട്ടുകൾക്ക് വിജയിക്കും എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷേ 2-3 കാര്യങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരായി സംഭവിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മുന്നോട്ടുള്ള രാഷ്ട്രീയത്തെ കുറച്ചും കൂടി കലുഷിതമാക്കാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഒന്ന്, ഖാലിദ് സിയ എന്ന് പറയുന്ന BNPയുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ മരണം പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഖാലിദ് സിയനെ പരിചയമുള്ളവർക്കറിയാം. ബനസീർ ഭൂട്ടോയ്ക്ക് ശേഷം ഇസ്ലാമിക രാജ്യങ്ങളിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ആദ്യത്തെ ഫീമെയിൽ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ
വലിയ രീതിയിലുള്ള പിന്തുണയും വലിയ രീതിയിലുള്ള ആരാധനയൊക്കെയുള്ള ഇന്ദിരാഗാന്ധി സിനിമാവോ ഖലിസിയ ഈ വനിതകളായിരുന്നു ഒരു കാലത്ത് വലിയ ആവേശം ഉണർത്തിയിരുന്ന വനിതാ നേതാക്കന്മാരുടെ കൂട്ടത്തിലുള്ള. അപ്പോൾ ഖലീദ് സിയ വഹിക്കുന്നതോടെ തന്നെ തരീഖ് റഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുത്രൻ 2007 ഒരു ഷെയ്ഖ് ഹസീനയുടെ റാലിയിൽ ഉണ്ടാകുന്ന ഒരു സ്ഫോടനത്തെ സംബന്ധിച്ച് അതിൻ്റെ സൂത്രധാരൻ എന്ന രീതിയിൽ കുറ്റാരോപിതനായിക്കൊണ്ട് അതുകൊണ്ട് ബംഗ്ലാദേശിൽ നിലനിൽക്കാൻ സാധ്യതയില്ലാതെ ബംഗ്ലാദേശിൽ നിന്ന് പോകേണ്ടി വന്ന താരിഖ് റഹ്മാൻ എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയൊരു BNPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാധ്യത അവിടെ ഉണ്ടെന്ന്. പക്ഷേ 2013 മുതൽ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നമുക്ക് പരിചിതമാവുന്നത് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതിൻ്റെ മെഷീനറി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇവിടെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം സാധ്യമാകുന്നില്ല, BJP ഇങ്ങനെ തുടർച്ചയായി ജയിക്കുന്നു എന്ന് പറയുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കേവലമായി നമുക്ക് ഒരുപാട് ബഹളങ്ങൾ മാത്രം അല്ലെങ്കിൽ സമരങ്ങളോ ബഹളങ്ങളോ മാത്രം മതിയാവില്ല, അല്ലെങ്കിൽ നറേറ്റീവുകൾ സെറ്റ് ചെയ്താൽ മാത്രം മതിയില്ല. അതല്ല, അവസാനത്തെ വോട്ടറിലേക്ക് വരെ എത്തിക്കാനുള്ള സംഘടനാ ശേഷിയുടെ ആവശ്യം. അത് ഇലക്ട്രൽ മെക്കാനിസം എന്ന് പറഞ്ഞാൽ മാൻ മെഷീൻ, നമ്മൾ മെസ്സേജ് എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ഒരു മെഷീനറിയുടെ അഭാവം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അത് അവർക്ക് അവരുടേതായ സംഘടനാ സംവിധാനമുണ്ടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ വോട്ടാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ അവരുടെ കോർ വോട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മറ്റു വിഭാഗങ്ങൾക്കിടയിലേക്ക് ചെന്ന് ആ വോട്ടാക്കി മാറ്റാനുള്ള സാധ്യത വളരെ ലിമിറ്റഡ് ആയി. അതെ, ന്യൂനപക്ഷങ്ങളുടെ അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ് ഈ പറയുന്ന ഇൻട്രിയം ഗവൺമെൻറ്, അതായത് മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ ഇൻട്രിയം ഗവൺമെൻറ് വന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം, അമ്പലങ്ങളും പള്ളികളും ഒക്കെ തകർക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അഹമ്മദിയ മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവർക്കൊക്കെ രീതിയിലുള്ള വലിയ ആക്രമണങ്ങളുടെ വാർത്തയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായി. അപ്പോൾ ആ സാഹചര്യത്തിൽ വളരെ കലുഷിതമായ ഒരു സാഹചര്യമാണ്. പക്ഷേ ഇത്ര നാളത്തെ ഇൻസ്റ്റബിലിറ്റിക്ക് ശേഷം ജനങ്ങൾ കൂടുതൽ ഒരു സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സമാധാനപൂർണ്ണമായ വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാധ്യത ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് വേണം പരിഗണിക്കാൻ. പിന്നെ ഈ നമ്മുടെ വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് മുന്നിട്ട് നിന്നിരുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. അത് ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിച്ച് ഒരു വേള മത്സരത്തിൽ രംഗത്തുണ്ടായി. അതെ, NCP എന്ന് പറയുന്ന പാർട്ടി, നാഷണൽ സിറ്റിസൺ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായിരുന്നെങ്കിലും പലവിധ കാരണങ്ങൾ കൊണ്ട് അതിലെ വലിയ ഒരു പറ്റം വിദ്യാർത്ഥികൾ അതിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. കാരണം ജമാഅത്തെ ഇസ്ലാമി മുൻപോട്ട് വെക്കുന്ന പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളും വാദങ്ങളും പലപ്പോഴും അത്ര കണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ എത്ര കണ്ട് സ്വീകാര്യമാണ് എന്നുള്ള ചോദ്യമാണ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പറയുന്ന വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്ക് ഈ പാർട്ടിയിൽ നിന്ന് കണ്ടു. അപ്പോൾ അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതപരമായ നിഷ്ഠകളുണ്ടല്ലോ, അത് സ്ത്രീകളെ സംബന്ധിച്ചായിരിക്കലും സ്ത്രീകളുടെ പൊതുവിടത്തിലുള്ള പങ്കാളിത്തത്തെ സംബന്ധിച്ചതാണെങ്കിലും അതൊന്നും ഈ പറയുന്ന ജെൻസി എന്ന് പറയുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് എത്ര കണ്ട് അക്സെപ്റ്റബിൾ ആയിരുന്നു, എത്ര കണ്ട് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നു എന്നുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ ആകർഷിക്കാൻ ഈ പറയുന്ന NCPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അത്ര കണ്ട് ഈ പറയുന്ന ഈ ജനാധിപത്യ പ്രക്ഷോഭത്തിൽ, ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കാളികളായവരുടെ ആഗ്രഹത്തിനൊത്ത് ഉയർന്നോ എന്നുള്ള സംശയം കൂടിയുണ്ട്. അവരാഗ്രഹിച്ചിരുന്ന തരത്തിലേക്ക് ഇത് മാറുന്നുണ്ട്. ഒരു ജൂലൈ ഡിക്ലറേഷൻ, ഒരു ജൂലൈ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് അവർ ഒപ്പിടാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൽ ജമാഅത്തെ ഇസ്ലാമി പങ്കാളികളാവുന്നില്ലായിരുന്നു. അതോടൊപ്പം തന്നെ അതിൽ 2 തവണയിൽ കൂടുതൽ പ്രധാനമന്ത്രിയാകാൻ സാധിക്കില്ല, വയസ്സ് നിർണ്ണയിക്കുന്നു, അങ്ങനെ ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ട്. അതോടൊപ്പം ഈ ഇലക്ഷനോടൊപ്പം തന്നെ റഫറൻഡം കൂടി നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ബംഗ്ലാദേശിൻ്റെ ഇലക്ട്രൽ നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റം മനസ്സിലാക്കുമ്പോൾ ആദ്യം പാർലമെൻ്ററി സിസ്റ്റം ഇല്ലായിരുന്നു. 1991 ഈ പാർലമെൻ്ററി സംവിധാനം എന്ന് പറയുന്ന റഫറൻഡത്തിലൂടെ കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇതൊരു യുണീക്ക് ക്യാമറ, അതായത് നമ്മൾ ബൈ ക്യാമറൽ യുണീക്ക് ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ 2 ഹൗസുകൾ, അതായത് 2 സഭകൾ ഉള്ളതാണ് നമ്മുടെ ഇന്ത്യയിലെ സംവിധാനം. എന്നിരുന്നാലും ബംഗ്ലാദേശിലെ സംവിധാനത്തിൽ ഒരൊറ്റ സഭയേ ഉള്ളൂ. അത് ജാതീയ സംസദ് എന്ന് പറയുന്ന ഒരു സംവിധാനം, നമ്മുടെ ലോക്സഭയോടൊക്കെ തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണുള്ളത്. ആ സംവിധാനത്തിൽ ആർക്കാണോ അധികാരം, ഫസ്റ്റ് പോസ്റ്റ് പാസ് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനത്തിൽ
ആർക്കാണോ അധികാരം കിട്ടുന്നത് അവർക്ക് ഭരണഘടന കൂടി വളരെ വേഗം അമെൻഡ് ചെയ്യാൻ സാധിക്കും. മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് രാജ്യസഭയുള്ളതുപോലെ രാജ്യസഭ പോലെയുള്ള ഒരു സംവിധാനം കൂടി രൂപീകരിക്കണം. അതുവഴി ഈ പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് അത്ര വേഗം ഈ പറയുന്ന ഭരണഘടനയെ മാറ്റിമറിക്കുന്നതിൽ ഒരു പരിമിതി വരെ തടയാം എന്നുള്ളതൊക്കെ ഈ ജൂലൈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷകൾക്കൊക്കെ എത്ര കണ്ട് ഒരു ആ പ്രതീക്ഷകളെ നിറവേറ്റാൻ പറ്റുന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഇലക്ഷനോടനുബന്ധിച്ച് മറ്റൊരു വാർത്ത കൂടി വന്നിരുന്നു. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ വലിയ പിന്തുണ ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടുന്നു എന്ന തരത്തിലൊക്കെ വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. അവർ ഒരു ലീക്കായ ഓഡിയോ ക്ലിപ്പിനെ സംബന്ധിച്ചൊക്കെ വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പം അമേരിക്കയുമായിട്ട് കൂട്ടുകൂടാൻ ഈ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുണ്ട്. അപ്പോൾ ആ സംഘടനയെ അത്ര കണ്ട് വിശ്വസിക്കാൻ കൊള്ളുന്നൊരു സംഘടനയല്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള വലിയ അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൊല്ലത്തിനടുത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരു കൊല്ലത്തിനപ്പുറത്താണ്, 2 കൊല്ലത്തിനടുത്തേക്ക് എത്തുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അപ്പോൾ ആ ആവേശവും ആ പറയുന്ന അത്ര കണ്ട് ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കണ്ട ആ ആവേശം അത്ര കണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം കോട്ട മാത്രമല്ല, മറ്റു കുറേ വിഷയങ്ങളും ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന രാജ്യമാണ്. വലിയ പണപ്പെരുപ്പം നേരിടുന്നുണ്ട്, വിലക്കയറ്റം പോലുള്ള തൊഴിലില്ലായ്മ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ഇവർ വലിയ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ വന്നതെങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും പരിഹരിക്കാനും കഴിയുമോ എന്നുള്ളൊരു വെല്ലുവിളി അവരുടെ മുന്നിലുണ്ട്. അതെ, 2021 ശേഷമാണ് ഞാൻ 2021 ശേഷം ഈ കോവിഡ് അനന്തരം ഈ സപ്ലൈ ചെയിനുകളുടെമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ഒരു പെട്ടെന്നുള്ള അത്യാവശ്യത്തിന് ആവശ്യ സമയത്ത് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിൽ വലിയ താമസങ്ങൾ ഉണ്ടാകുന്നത് നമ്മളൊരു ഗ്ലോബലൈസ്ഡ് ഒരു ആഗോളീകരണ സംവിധാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത് അത്ര ശാശ്വതമല്ല എന്നുള്ള മനസ്സിലാവുകയും ചൈന എന്ന് പറയുന്ന ഒരേ ഒരു ഗ്ലോബൽ ഫാക്ടറിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനായി അവരെ എത്തി നോക്കുകയും ചെയ്യുമ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗ്ലോബൽ മാനുഫാക്ചറിങ് കുറച്ചും കൂടി സ്കാറ്റേഡായി കുറേ കൂടി മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയാണ് ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് ഒക്കെ മാറിപ്പോകുന്നത്. പിന്നെ അതും എൻവയൺമെൻറ്റൽ കൺസേൺസ് എന്ന് പറയുന്ന ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് എന്നൊക്കെ പറയുന്ന തൊഴിലാളി അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് സ്ട്രിക്റ്ററായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ബംഗ്ലാദേശിലെ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അത് മിക്കവാറും ഗാർമെൻറ്റ് ഫാക്ടറികൾ തകർന്നു വീഴുന്നൊക്കെയാണ്. അപ്പോൾ ഇൻഹ്യൂമനായി വളരെ തീർത്തും മനുഷ്യത്വരഹിതമായ അല്ലെ മനുഷ്യാവകാശങ്ങളെ ലംഘിത തരത്തിലുള്ള തൊഴിലാളികൾക്ക് ക്ഷേമത്തിനെ തീർത്തും പരിഗണിക്കാത്ത രീതിയിലുള്ള ഇത്തരം തൊഴിലിടങ്ങളെക്കുറിച്ച് വലിയ ചർച്ച യൂറോപ്പിലുണ്ടായിരുന്നു. അതിനെതിരെയുള്ള നിയമങ്ങൾ, വലിയ സ്ട്രിക്റ്ററായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം കുറയുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ചീപ്പ് ലേബർ എന്ന് പറയുന്നത് അടിസ്ഥാനപ്പെടുത്തുന്നത് എത്രയും വേഗം എത്രയും കുറഞ്ഞ ചിലവിൽ ചെയ്യുക എന്നുള്ളത്. അപ്പം ഇത്തരം പുതിയ ബംഗ്ലാദേശിന്റെ ഒരു മെച്ചം അത് തന്നെയാണ്. ഗ്ലോബൽ എക്കോണമിയിൽ വളരെ ലേബർ എന്ന സംഗതി വലിയ അട്രാക്റ്റീവായ ഒരു സംഗതിയാണ്. അതെ, അത് നമ്മൾ പൊതുവേ ബംഗ്ലാദേശികളെ കുറിച്ച് പൊതുവേ ലോകത്തെമ്പാടും ഉള്ളത് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ്. അപ്പോൾ അവർ വളരെ വേഗം വളരെ കൃത്യതയോടെ ഈ കാര്യങ്ങൾ ചെയ്തു. ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്ങിൻ്റെ ഒക്കെ വലിയ പാരമ്പര്യം കൂടി ബംഗ്ലാദേശ് ഈ നമ്മുടെ വെസ്റ്റ് ബംഗാൾ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾക്കൊക്കെ ഉണ്ടതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ വലിയ വളരും. അപ്പോൾ അതോടൊപ്പം തന്നെ വലിയ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ ബാങ്കുകൾ കൊള്ളയടിക്കുന്നു എന്ന് പറയുന്ന, ബാങ്ക് ലൂട്ട് എന്നൊക്കെ പറയുന്ന വലിയൊരു വിഷയമായി ബംഗ്ലാദേശിലുണ്ടായിരുന്നു. അത് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. വലിയ അഴിമതിയുടെ കഥകളൊക്കെ ബംഗ്ലാദേശിൽ വരുന്നുണ്ടായിരുന്നു. അത് ഈ രണ്ട് പാർട്ടികളുണ്ട്. ഏറ്റവും BNP എന്ന് പറയുന്ന പാർട്ടി 1996 പുറത്തേക്ക് വരുന്നത് തന്നെ വലിയ അഴിമതി ആരോപണം. 2001 മുതൽ 6 വരെയുള്ള കാലഘട്ടത്തിലാണെങ്കിലും വലിയ അഴിമതി കേസുകൾ ഒക്കെ നിരന്തരമായി കേട്ടിരുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഈ പാർട്ടികൾ ഈ പറയുന്ന അഴിമതി എന്ന് പറയുന്നത് അത് ബാങ്കിങ് സംവിധാനം പൂർണ്ണരർത്ഥത്തിൽ തകർത്ത് കളഞ്ഞു എന്നുള്ള, ബാങ്കുകളൊക്കെ ഏകദേശം ഡീഫോൾട്ടിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുന്ന ഇങ്ങനെ പലവിധങ്ങളായ സവിശേഷ സാഹചര്യങ്ങളാണ്. നമുക്കറിയാം ഒരു എല്ലാ വിഷയത്തിൻ്റെയും ഏതെങ്കിലും ഒരു നമ്മൾ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത് സിപ്പായിമാർ തോക്ക് ഉപയോഗിക്കുന്നത്
വെച്ചു. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് റീസൺ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് മാത്രമല്ല കാരണം, അതിന് ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭവും ജനകീയ പ്രക്ഷോഭവും ഒക്കെയാണ് കോട്ട റിസർവേഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കൂടിയും അതിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കരുത്. അവരുടെ ജീവിത സാഹചര്യങ്ങളിലും അവർക്ക് തൊഴിലും മറ്റും ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിൽ നിന്നാണ് ഈ പറയുന്ന കോട്ട പ്രക്ഷോഭമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സവിശേഷത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതെ, അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. അത് രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് ഞാൻ പറയാൻ കാരണം, ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി എവിടെയും പോയിട്ടില്ല. അവരുടെ സംഘടനാ സംവിധാനവും മറ്റ് സംവിധാനങ്ങളും വളരെ ശക്തമാണ്. അപ്പോൾ ഏത് വിധേനയും അധികാരത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഈ പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാൻ, ഈ ബംഗ്ലാദേശിൻ്റെ വിഭജനാന്തരം ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയ രാജ്യം രൂപീകൃതമാകുന്നതിന് ശേഷം ഒരിക്കൽ പോലും അധികാരത്തിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇതൊരു ഇസ്ലാമിക രാജ്യമാണ്, 90% ഇത് മുസ്ലിം ജനവിഭാഗമുള്ള രാജ്യമാണ്. അപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത് അബുൽ മൗദൂദിയൊക്കെ ഈ പറയുന്ന ആശയങ്ങളിലാണ് ഇങ്ങനെ ഒരു ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ള ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് തന്നെ അധികാരത്തിലേക്ക് വരാനുള്ള അവരുടെ താല്പര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവാമി ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടേ ഇല്ല. ഈ അവാമി ലീഗ് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അവാമി ലീഗ് ഈ പാർട്ടികളെ നിരോധിക്കുന്നത് തങ്ങളുടെ നയമല്ല എന്ന് താരിഖ് റഹ്മാൻ പറയുന്നുണ്ട്. അപ്പോൾ അവാമി ലീഗ് തിരിച്ചു വരുമ്പോഴേക്കും ഇതുവരെ 2 പാർട്ടികൾ ബൈ പാർട്ടി മത്സരങ്ങളാണ് ബംഗ്ലാദേശിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ പുതിയ പാർട്ടികൾ ഉണ്ടാകുന്നതിൽ അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന പലപ്പോഴും എല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമിക്കുള്ള പ്രശ്നം എന്ന് പറയുന്ന പോലെ ഈ മുസ്ലിങ്ങളെ എല്ലാം ഒരു കുടക്കയിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചിട്ടില്ല. അത് സാധിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ പിന്തുണയോ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന മതപരമായ നീക്കുപോക്കുകൾക്കോ ഒന്നും ജമാഅത്തെ ഇസ്ലാമി തയ്യാറാകാറുമില്ല. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഒരു പാൻ മുസ്ലിം അല്ലെങ്കിൽ ഗ്രേറ്റർ മുസ്ലിം യൂണിറ്റി എന്ന് പറയുന്നതൊന്നും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് സാധ്യമായിട്ടുമില്ല. അപ്പോൾ പക്ഷേ നിരന്തരമായ അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് അവരുടെ പദ്ധതിക്കനുസരിച്ച് ബംഗ്ലാദേശിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി കാണണമെന്നുള്ള ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് എപ്രകാരമായിരിക്കും ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവരുടെ നടപടികളെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ നിരന്തരമായി കണ്ടു വളർന്നിട്ടുള്ള ഒരു ഇടമാണ് അത്. അപ്പോൾ എല്ലാ സർക്കാരിനെതിരെയും നിരന്തരം പ്രക്ഷോഭങ്ങൾ തെരുവിൽ നടന്നിട്ടുള്ള ഇടം കൂടിയാണ്. ഇത്രയും ഇതിലേക്ക് ഉൾപ്പെടാതെ നിൽക്കുന്നത് മിലിറ്ററി എന്ന് പറഞ്ഞ സംവിധാനമാണ്. അപ്പോൾ ഈ മിലിറ്ററി എന്ന് പറഞ്ഞ സംവിധാനം ഇത്രയും നാൾ ഇതിൽ നിന്ന് വളരെ ഡിസ്റ്റൻസ് പാലിച്ചാണ് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പ്രക്ഷോഭങ്ങളും പ്രക്ഷോഭാനന്തരവും കൃത്യമായി മിലിറ്ററി വലിയ പ്രാധാന്യത്തോടെ അതിൽ ഇടപെടുന്ന നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇലക്ഷന് ശേഷം ഇത്തരത്തിലൊരു പ്രക്ഷോഭം വീണ്ടും ഉണ്ടായാൽ അത് വീണ്ടും ഒരു മിലിറ്ററി റൂളിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാർട്ടികളുടെ അടിത്തറ വളരെ ശക്തമല്ലേ, ഒരു മിലിറ്ററിക്ക് ഇടപെടാൻ പറ്റുന്ന തരത്തിൽ എല്ലാ കാലങ്ങളിലും അവാമി ലീഗ് എന്ന് പറയുന്നത് വളരെ BNP എന്ന് പറയുന്ന പാർട്ടിയൊക്കെ 1990കളിലും 91ലും വളരെ ശക്തമായ പാർട്ടി തന്നെയായിരുന്നു. ആ പാർട്ടികളുടെ ശക്തിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇതുവരെ ഒരു സൈനിക അട്ടിമറി നടന്നിട്ടില്ല എന്നുള്ള ചോദ്യമൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ സ്റ്റീവൻസൺ വിൽസൺ എന്നൊക്കെ പറയുന്ന ആളുടെ ആർമി ആൻഡ് നേഷൻ എന്ന് പറഞ്ഞ പുസ്തകങ്ങളുണ്ട്. ആ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അത് നമ്മുടെ ആദ്യഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഗവൺമെൻറ്റുകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ സിവിൽ മിലിറ്ററി ഡിവിഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഡൈവേഴ്സിറ്റി ഓഫ് ദ മിലിറ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രദേശങ്ങളിലുള്ള ആളുകൾ റെജിമെൻറ്റുകൾ പലതരത്തിലുള്ള റെജിമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ആവശ്യം. പിന്നെ ഒരു തരത്തിലും അതായത് ജനങ്ങളുടെ വിഷയങ്ങളിൽ മിലിറ്ററിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായി നമ്മൾ ഈ അതിർവരമ്പുകളൊക്കെ ഇങ്ങനെ ഭേദിച്ച് തുടങ്ങുമ്പോൾ ഇതൊക്കെ മറ്റ് പലതിലേക്ക് നയിക്കുമെന്നുള്ള ബോധ്യം കൂടി നമുക്കുണ്ടാവണം. ഇത് നമുക്ക് കൂടിയുള്ള പാഠമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ സംവിധാനം ഇങ്ങനെ തന്നെ ഒരു ശക്തമായ ജനാധിപത്യ സംവിധാനമായി തുടർന്നു പോകുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഈ പറയുന്ന അതിർവരമ്പുകളും കൃത്യമായി പാലിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ ഈ തരത്തിൽ വരുന്നുണ്ട്. അതെ, അത് പല വിഷയങ്ങളിലും അഭിപ്രായം പറയുന്നത് സർക്കാരിൻ്റെ അഭിപ്രായമാണോ സ്വന്തം അഭിപ്രായമാണോ എന്നൊക്കെയുള്ള തോന്നുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരുമ്പോൾ അതിന് ഈ നേർത്തു വരുന്ന അതിർവരമ്പുകൾ നമ്മൾ കൂടി സൂക്ഷിക്കേണ്ടതാണ്. രണ്ടാമത് ഞാൻ പറയുന്നത് 2024 നമ്മുടെ നൊബേൽ സമ്മാനം കിട്ടിയ എക്കണോമിക്സ് നൊബേൽ സമ്മാനം കിട്ടിയ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരുണ്ട് വൈ നേഷൻസ് ഫെയിൽ, എന്തുകൊണ്ട് രാജ്യങ്ങൾ പരാജയപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് ഒരേ രീതിയിൽ സമ്പത്തും വിഭവങ്ങളുമുള്ള രാജ്യങ്ങൾ ചിലത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നു, ചിലത് എന്തുകൊണ്ട് വിജയിക്കുന്നു. ആ ചോദ്യത്തിന് അടിസ്ഥാനമായി പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്.
നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മളെ ഭരണകർത്താക്കളും ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് വേണ്ടവിധമായ പരിഗണനയും പ്രാധാന്യവും നൽകുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന 1971 ഫോം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഈ പറയുന്ന ബംഗ്ലാദേശിന് ഇത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇക്വിറ്റബിളായി എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ എവിടെയൊക്കെയോ പാളിച്ചകളും പാകപ്പിഴകളും ഉണ്ടായിട്ടൊന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് ബംഗ്ലാദേശ് എത്തി നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധിക്ക് കാരണം. അവരുടെ ഇലക്ഷൻ വിശ്വാസ്യതയെ പലപ്പോഴും ചോദ്യപ്പെടുന്നു. ഇപ്പോഴും തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് എങ്ങനെ വോട്ട് കൗണ്ടിങ് സംബന്ധിച്ച് വലിയ സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അതായത് ഭരണഘടനാപരമായ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അതിൻ്റെ ട്രാൻസ്പെറൻസി, അതിൻ്റെ ലെജിറ്റിമസി എന്ന് പറയുന്നത് നിലനിർത്തണം എന്നുള്ളത് വളരെ നിർണായകമായൊരു സംവിധാനമാണ്. അതും നമുക്ക് ഇന്ത്യ എന്നൊരു ജനാധിപത്യ രാജ്യത്തിന് വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ആഗ്രഹങ്ങൾക്കും കേവലമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി ഈ പറയുന്ന സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ പിന്നീടുണ്ടാകും എന്നുള്ളതാണ്. ഈ ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനത്തെ വലിയ രീതിയിലും ഷെയ്ഖ് ഹസീന കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന 2018 ഈ കോട്ട സംവിധാനം എടുത്തു കളയുന്നത് തന്നെ വളരെ കൃത്യമായ ധാരണയുണ്ട്. അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ അത് പിന്നീട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്ന് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കോടതികളെയും ഇലക്ഷൻ സംവിധാനങ്ങളെയും മറ്റ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഭരണഘടനാപരമായ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഓരോന്നായി നമ്മൾ പല രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അതനുസരിച്ച് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം കേവലം ഇന്നത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ ഈ ചുരുങ്ങിയ ഇടത്ത് മാത്രം ഉണ്ടാകുന്നതോ അല്ല. അത് ഷോർട്ട് സൈറ്റഡ് ആയി കാണാം, അത് ഫാർ സൈറ്റഡ് ആയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള രാഷ്ട്രീയ വിശകലനം കൂടി നമുക്ക് ഈ ബംഗ്ലാദേശ് ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. BNPയുടെ വിജയം എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട്. ഒന്നിപ്പോൾ ഈ ബംഗ്ലാദേശ് ഇന്ത്യ എന്നുള്ളത് വളരെ ഒരു സെൻസിറ്റീവായൊരു ഏരിയയാണ്. അപ്പോൾ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റം എന്നുള്ളതാണ് ഇന്ത്യ എപ്പോഴും ഉന്നയിക്കുന്ന വളരെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അവരുടെ ഈ പ്രത്യേകിച്ച് BJP അവരൊരു പൊളിറ്റിക്കൽ അജണ്ടയിൽ ഉന്നയിക്കുന്ന ഒരു സംഗതി ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റത്. എത്ര പേര് നുഴഞ്ഞു കയറി, എത്ര പേര് വന്നു എന്നുള്ളതൊന്നല്ല, പക്ഷെ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് ഉന്നയിക്കുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏകദേശം 10,000-4000 കിലോമീറ്ററുകൾ അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അതിർത്തി എന്ന നിലയ്ക്കുള്ള ഒരു അയൽരാഷ്ട്രം എന്ന നിലയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയമായി എങ്ങനെയായിരിക്കും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഇനിയുള്ള ബന്ധങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. അപ്പോൾ BNPയുടെ ഒരു നേതാവ് ആവശ്യപ്പെട്ടത് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യക്ക് വിട്ടുതരാൻ ഞങ്ങൾ ആവശ്യപ്പെടും, കാരണം അവരെ നിയമപരമായി അവിടെ വിചാരണ ചെയ്യേണ്ടതുണ്ട്, അത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചില സൂചനകൾ നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു ഈ മാറി മറിയുന്ന ബന്ധങ്ങളായിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശുമായി ആദ്യം മുതലേ ഉള്ളത്. 1971 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനുള്ള നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മുക്തി ബാഹിനിയൊക്കെ വലിയ രീതിയിലൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപപ്പെടുത്തുന്നതിലൊക്കെ നിർണായകമായ സാന്നിധ്യം. അതിനുശേഷം തന്നെ ബംഗ്ലാദേശുമായി നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ തുടർന്നു പോകുന്ന പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന BNP പോലുള്ള പാർട്ടികൾ രൂപീകരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇന്ത്യക്കെതിരെയുള്ള ആൻറ്റി ഇന്ത്യ സ്റ്റാൻഡ് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്നുള്ള ബോധ്യം മനസ്സിലാവുകയൊക്കെ ചെയ്തത്. പിന്നെ അത് ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ വന്ന മാറ്റത്തിൻ്റെ പ്രതിഫലനം കൂടി അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ കാലം എന്ന് പറയുന്നത് പൊതുവെ വളരെ സമാധാനപൂർണ്ണമായ ഒരു കാലഘട്ടമായിരുന്നു ഈ പറയുന്ന ബംഗ്ലാദേശുമായി സംബന്ധിച്ച്. ബംഗ്ലാദേശിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കാറ്റിൽ സ്മഗ്ലിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പശുവും പോത്ത് എന്ന് പറയുന്ന അതിർത്തിയിലൂടെയുള്ള കള്ളക്കടത്താണ് പ്രധാനപ്പെട്ട BSFൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട. നിങ്ങൾ BSFൻ്റെ ഒക്കെ ഫേസ്ബുക്ക് ഫീറ്റുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് തടയുന്നു എന്നൊക്കെയുള്ള വലിയ ആശയുണ്ട്. പക്ഷേ ഇന്ത്യയുമായി കൃത്യമായി അതിർത്തി വലിയ കാര്യമല്ല. അതെ, ഈ അതിർത്തികൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്നുണ്ടാവുന്നതാണ്. പക്ഷേ മനുഷ്യർ അതിനു മുമ്പും ഇടകലർന്ന് ജീവിച്ചിട്ടുള്ള മനുഷ്യരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തി ജീവിച്ച മനുഷ്യരാണ്. അപ്പോൾ ആ മനുഷ്യരെ പെട്ടെന്നൊരു വേലിക്ക് അതിർത്തിക്ക് അപ്പുറമാക്കി കഴിയുമ്പോൾ അത് അത്ര വേഗം അത് അതിർത്തിയാണെന്ന് മനസ്സിലാക്കി അത്ര രീതിയിൽ പെരുമാറണമെന്നൊക്കെ പറയുന്നത് അതിലൊരു ധാരാളമായി ബംഗ്ലാദേശിൽ എത്തുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല രീതിയിലുള്ള അതൊരു സാംസ്കാരികമായും ചരിത്രപരമായൊക്കെ ഇടകലർന്ന് ജീവിച്ച മനുഷ്യരാണ്. അപ്പോൾ അവരെ അങ്ങനെ അത്ര രീതിയിൽ ഒരു ബംഗ്ല എന്ന് പറഞ്ഞ ഭാഷ ഈ പറയുന്ന ഈ രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു ഒക്കെയുണ്ട്.
അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന, പക്ഷേ എന്നിരുന്നാലും ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഏകദേശം ബൗണ്ടറികൾ സെറ്റിൽ ചെയ്തത് ബംഗ്ലാദേശുമായിട്ടായിരുന്നു. ബംഗ്ലാദേശുമായിട്ട് ബൗണ്ടറി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. കുറേയേറെ ദ്വീപുകൾ ബംഗ്ലാദേശിന് കൊടുക്കുകയും നമ്മൾ കുറേ ഏറ്റെടുക്കുകയൊക്കെ ചെയ്ത് വളരെ സമാധാനപൂർണ്ണമായി ഏകദേശം നമ്മൾ അതെ ചൈനയായിട്ടോ നമ്മൾ നേപ്പാളായിട്ടോ പോലും ഈ പറയുന്ന രീതിയിൽ ബൗണ്ടറി ഡിസ്പ്യൂട്ട്സ് പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷേ ബംഗ്ലാദേശുമായി ഒരു പരിധി വരെയുള്ള നമ്മൾ ബൗണ്ടറി ഡിസ്പ്യൂട്ടുകൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ടീസ്റ്റാ റിവറുമായി ബന്ധപ്പെട്ടുള്ള വെള്ളം ഷെയർ ചെയ്യുന്നത്, നമ്മുടെ ജലം ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ബ്രഹ്മപുത്ര നദിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വലിയ റിവർ ഷെയറിങ് അഗ്രിമെൻറ്റുകളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം പൊതുവേ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്കായിരുന്നു ബംഗ്ലാദേശിൽ ഒരു കാലഘട്ടത്തിൽ വലിയ ബംഗ്ലാദേശിൻ്റെ ഈ പറയുന്ന അതിർത്തിയിൽ നിന്നുള്ള വലിയ ഈ പറയുന്ന ആളുകളുടെ ഇങ്ങോട്ടുള്ള ഒഴുക്ക് എന്നുള്ളതൊക്കെയുണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച്, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അത് വളരെ വളരെ അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. അപ്പോൾ ഈ ബംഗ്ലാദേശിലെ കഷ്ടപ്പാടും ദുരിതത്തിൽ നിന്നും വരുന്ന മനുഷ്യർ ഇവിടേക്ക് വന്ന് പലയിടങ്ങളിൽ താമസമാക്കുമ്പോൾ അത് അവരുടെ ഐഡൻറ്റിറ്റിയെ, അവരുടെ കൾച്ചറിനെ ബാധിക്കുന്നുണ്ടെന്നുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ബംഗ്ലാദേശിലുണ്ടായിട്ടുണ്ട്. അത് വെസ്റ്റ് ബംഗാളിലും ആസാമിലൊക്കെ വലിയ പ്രശ്നങ്ങളുമാണ്. ഇപ്പം നമ്മൾ ഈ മിയ മുസ്ലിമുകൾ എന്നൊക്കെ പറഞ്ഞ് ഹിമന്ത ബിശ്വാസൊക്കെ നടത്തുന്ന വലിയ വർഗീയമായ വലിയ വിദ്വേഷം പരത്തുന്നതായിട്ടുള്ള പ്രസ്താവനകളുടെയൊക്കെ ഒരു പിന്നാമ്പുറം എന്ന് പറയുന്നത് ഈ പറയുന്ന 1971 അതിനുശേഷമൊക്കെ ബംഗാളിലേക്കും ആസാമിലേക്കും എത്തിയിട്ടുള്ള ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ഒഴുക്കാണ്. അപ്പോൾ ആ പറയുന്ന സവിശേഷമായ സാഹചര്യമാണ് നിലനിർത്തുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു സമാധാനപൂർണ്ണമായ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് സാധ്യമായ ഇടമായിരുന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഈ ഷെയ്ഖ് ഹസീനയുടെ കാലം വരെ. ഷെയ്ഖ് ഹസീനയുടെ കാലത്തും ഈ ഇന്ത്യ വിരുദ്ധ സ്റ്റാൻഡ് എടുക്കുന്ന ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു തന്നെ. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഈ പറയുന്ന പാർട്ടികളൊക്കെ ഇലക്ഷൻ വിജയത്തിൽ വലിയ ഘടകമായിരുന്നു. അത് തന്നെയായിരുന്നു ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ചേരി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ അവരെ നേരിടുന്ന വെല്ലുവിളികളുടെ ഒക്കെ ഒരു പ്രതിഫലനം അവിടെയും കണ്ടിട്ടുണ്ട്. അത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ള അർത്ഥത്തിൽ അവിടെയും അതിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന BNP പറയുന്ന പാർട്ടി പലപ്പോഴും അത്ര കണ്ട് വളരെ ഇന്ത്യ അനുകൂല നിലപാടെടുത്തൊരു പാർട്ടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവരുടെ കാലാകാലങ്ങളിലുള്ള റെട്ടറിക് പരിശോധിക്കുമ്പോൾ അത് ഇന്ത്യ വിരുദ്ധത എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ലെങ്കിലും ഇന്ത്യയോട് അത്ര കണ്ട് വലിയ ചങ്ങാത്തം എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഉള്ളത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചങ്ങാത്തം ഇല്ല എന്ന് പറയുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട പ്ലെയറാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ സംരക്ഷണയോ പിന്തുണയോ ഇല്ലാതെ സൗത്ത് ഏഷ്യയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ചൈനയുമായി ചങ്ങാത്തം, അങ്ങനെ ഒരു ഇഷ്യൂ കൂടെ അവിടെ ഉണ്ട്. ഈ ബംഗ്ലാദേശും ചൈനയും ശ്രീലങ്കയും ഒക്കെ ആയിട്ടൊരു വലിയ അടുപ്പമുണ്ട്. അതെ. അപ്പോൾ ആ നിലയിൽ അത് ഇന്ത്യക്ക് ഏത് തരത്തിൽ? പക്ഷേ ബംഗ്ലാദേശ് ഒരു ഈ പറയുന്ന പോലെ മ്യാൻമാർ മറ്റ് രാജ്യങ്ങളുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് അത്ര വേഗം കടന്നെത്താൻ സാധിക്കുന്ന ഒരു രാജ്യമല്ല. പക്ഷേ ചൈനയുമായിട്ട് അത്തരത്തിലൊരു സിവിലൈസേഷനോ കൾച്ചറൽ ബന്ധങ്ങളുള്ളതല്ല ആ നാടിന്. അപ്പോൾ ചൈന അത്ര വേഗം ചൈന അത്ര വേഗം ഇന്ത്യ അംഗീകരിക്കപ്പെടുന്നത് പോലെ അത്ര വേഗം അംഗീകരിക്കപ്പെടുമെന്നില്ല. അപ്പോൾ സാമ്പത്തികമായി പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മനുഷ്യർ സാധാരണയായിട്ട് രാജ്യങ്ങൾ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റിനോട്ട് വളരെയധികം വളരെ അവർ അത്ര മുമ്പുണ്ടായിരുന്ന വലിയ സ്വീകാര്യത ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കില്ല. കാരണം അത് മറ്റെന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യത്തിന് പുറത്തുണ്ട്. പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പണത്തിൻ്റെ ആവശ്യകതയുണ്ട്, വായ്പകളുടെ ആവശ്യകതയുണ്ട്. ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിലും മറ്റ് ഇൻഡസ്ട്രികളാണെങ്കിലും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ചൈനയുടെ ഒരു ചായ്വിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് സർക്കാർ രൂപീകരിക്കുമെന്നുള്ള BNP സർക്കാർ രൂപീകരിക്കുന്ന സാധ്യത വന്നപ്പോഴേ തന്നെ പ്രധാനമന്ത്രി തരീഖ് റഹ്മാനെ ഫോണിൽ ബന്ധപ്പെടുകയും പൂർണ്ണ പിന്തുണ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അമേരിക്ക ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു കരാർ ഒപ്പിടുന്നു. ഇന്ത്യയെക്കാളും വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കരാർ ബംഗ്ലാദേശുമായി. അതെ, അത് ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത് പ്രധാനമായും വരുന്നത് അമേരിക്കയിലേക്കുള്ള ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലെ ഇമ്പോർട്ട് പ്രധാനമായിട്ടും വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് നിർണായകമായ ഒരു ഡീലാണ്. അപ്പോൾ ആ ഡീൽ പിന്നെ പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഏതെങ്കിലും രീതിയിൽ
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ബംഗ്ലാദേശിൻ്റെ അടുത്ത് ഭീഷണിയാകാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റിനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ എത്രയും വേഗം കൺക്ലൂഡ് ചെയ്യാവുന്ന ഒരു ഡീൽ എന്നുള്ള രീതിയിൽ അത് കൺക്ലൂഡ് ചെയ്യപ്പെട്ടു. ഇന്ത്യയെക്കാളും ഫേവറബിൾ ടേംസിലാണ് കൺക്ലൂഡ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഏത് തരത്തിലാണ് ഇവർ ചായ്വ് ഉണ്ടാവുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം ഇന്ത്യയുടെ നെയ്ബർഹുഡാണ്, വളരെ അടുത്ത ചങ്ങാതിയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അതിൻ്റെ ചുറ്റുമുള്ള അയൽക്കാരുമായിട്ട് അത്ര നല്ല ബന്ധങ്ങളല്ല ഈ കാലയളവിലൊക്കെ ഉള്ളത്. അത് നേപ്പാളായിട്ടാണെങ്കിലും പാകിസ്ഥാനായിട്ടാണെങ്കിലും ചൈനയായിട്ടാണെങ്കിലും ഒക്കെ ഭൂട്ടാൻ ഉൾപ്പെടെ അതെ ഇപ്പോൾ കുറച്ചുകൂടി നല്ല ബന്ധങ്ങൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ടാണുള്ളത്. അപ്പോൾ അത്ര കണ്ട് നല്ല ബന്ധങ്ങളുള്ളത്. അപ്പോൾ മറ്റൊരു ഈ പറയുന്നത് പോലെ ഇന്ത്യക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് പാകിസ്ഥാനുമായിട്ട് ഈ പറയുന്ന ഉണ്ടാകുന്ന ചെങ്ങാത്തത്തിൽ ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങളെക്കുറിച്ച് വലിയ ആശങ്കകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് BNP ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ആശ്വാസമാണ് ഇന്ത്യയെ സംബന്ധിച്ചുണ്ടാകുന്നത്. എന്ന് വെച്ചാൽ തമ്മിൽ ഭേദം എന്ന് പറയുന്ന ഒരു ചോയ്സാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സ്ട്രാറ്റജിക്കായിട്ട് മൂവ് ചെയ്യേണ്ട ഒരു അവസരമാണ് ഇത് എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയ ബന്ധം പുനർനിർമ്മിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ബന്ധം കേവലമായി ഈ സാമ്പത്തികത്തിൻ്റെ യുക്തിയിൽ അടിസ്ഥാനപ്പെടുത്താതെ അതൊരു നമ്മൾ സാംസ്കാരികമായും നമ്മൾ ചരിത്രപരമായും നമ്മുടെ ബന്ധങ്ങളെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് ഇത്തരത്തിൽ ഈ പറയുന്ന ജനങ്ങളും ഈ പറയുന്ന ആളുകളും സർക്കാരുകളും ഗവൺമെൻറ്റുകളുമായിട്ടൊക്കെയുള്ള ഔട്ട്റീച്ചിനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ കണ്ടു മൗറീഷ്യസുമായിട്ട് ബന്ധപ്പെട്ട് മാൽദീവ്സുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ വളരെ അവധാനതയോടെ പരിഹരിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ വിനിയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ബംഗ്ലാദേശിന് എന്താണ് കൃത്യമായി വേണ്ടതെന്ന് നമുക്കറിയാം. അതിന് സാമ്പത്തിക സഹായം തന്നെയാണ് വേണ്ടത്. ആ സാമ്പത്തിക സഹായം എങ്ങനെ നൽകുന്നു എന്നുള്ളതിലായിരിക്കും എത്തരത്തിലാണ് നമ്മളോടുള്ള പെരുമാറ്റം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്പരം സഹകരിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു നേട്ടം. പാകിസ്ഥാൻ ഇന്ത്യ പോലെ തന്നെ അല്ലല്ലോ. നമ്മൾ സൗത്ത് ഏഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളിലൊന്ന് ഈ കണക്ടിവിറ്റി, ഈ പറയുന്ന ഇൻ്റഗ്രേഷൻ എന്നുള്ളതാണ്. ഈ റീജിയണൽ ഇൻ്റഗ്രേഷൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ യൂറോപ്പിനും അമേരിക്കയ്ക്കൊക്കെ ചലഞ്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത്. അത് തായ്ലൻഡ് മലേഷ്യ, തായ്ലൻഡ് വരെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യയായിട്ട് പരന്നു കിടക്കുന്ന ഇടങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ വ്യാപാരത്തിലും കണക്ടിവിറ്റിയിലും ഒക്കെ നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു വലിയ ഈ യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ നമ്മൾ വിഭാവനം ചെയ്യുന്ന പോലെ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ യൂണിയൻ അങ്ങനെ ഒരു ഐഡിയ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു യൂണിയൻ്റെ ഒക്കെ ഒരു സാധ്യതകളെ കൂടി നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഈ ചൈന ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പല രീതിയിൽ പല വലിയ ആഗോള ശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന രീതിയിലേക്കൊക്കെ എത്തുന്നു എന്നുള്ള സാധ്യതത്തിന് അത്തരത്തിൽ നമുക്കൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ പറ്റുന്ന വലിയൊരു വ്യത്യസ്തമായൊരു മാതൃക ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള റീജിയണൽ ഗ്രൂപ്പിങ്ങുകളിലൂടെയാണ്. അപ്പോൾ അതിനുള്ള സാധ്യതകൾക്കൊക്കെ ഇത് വഴി തുറക്കുന്നുണ്ട്. പിന്നെ പലപ്പോഴും സാർക്ക് സങ്കല്പം കൊണ്ടുവരുന്നത് തന്നെ ബംഗ്ലാദേശാണ്. ഈ പറയുന്ന സാർക്ക് എന്ന് പറഞ്ഞ സങ്കല്പത്തിൻ്റെ ആദ്യ രൂപം നൽകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ റീജിയണൽ കണക്ടിവിറ്റിയിലൂടെ അവരുടെ എല്ലാം വിശ്വാസം ആർജിക്കാനുള്ള സാധ്യത, അത് വിശ്വാസം ആർജിക്കുക മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചൊരു മാർക്കറ്റുകൾ തുറന്നു കിട്ടുന്നു, ഈ പറയുന്ന മാർക്കറ്റുകളിലേക്കുള്ള ആക്സസ് ലഭിക്കുന്നു. അപ്പോൾ ഈ റീജിയണൽ ഇൻ്റഗ്രേഷന് പല പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ റീജിയണൽ ഇൻ്റഗ്രേഷൻ സാധ്യമാക്കിയാൽ വലിയ സാധ്യതകളാണ് ഇന്ത്യക്ക് മുമ്പിലുള്ളത്. അപ്പോൾ അതൊരു പൊസിഷൻ ഓഫ് പവറിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ രാജ്യം ഞങ്ങളാണ്, ഏറ്റവും വലിയ എക്കോണമി ഞങ്ങളാണ് എന്നുള്ള ധാർഷ്ട്യത്തിന് മുകളിൽ നിന്നുകൊണ്ട് അവരെ ഒരു ബുള്ളിങ് ആറ്റിറ്റ്യൂഡ് ഏറ്റെടുക്കാമെങ്കിലും അതല്ലാതെ ഒരു കൺസിലിയേറ്ററി ഒരു ജനാധിപത്യപരമായി ഇവരെയെല്ലാം ഉൾച്ചേർത്ത് കൊണ്ടൊരു ശ്രമം നടത്തിയാൽ വലിയ രീതിയിലുള്ള സാധ്യതകളുള്ളൊരു പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള ബന്ധങ്ങൾ നിർമ്മിക്കേണ്ട സാധ്യതയില്ല. ചരിത്രാതീതമായ കാലത്തോടുള്ള ബന്ധങ്ങളുണ്ട്. അത് ബുദ്ധിസത്തിലൂടെയും മറ്റ് ബന്ധങ്ങളിലൂടെയൊക്കെ വളരെ ഇഴചേർന്ന് കിടക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ഈ മനുഷ്യരെ ഒന്നിച്ച് ചേർക്കാൻ പറ്റുകയാണ്. വലിയ സാധ്യതകൾ ഇന്ത്യക്ക് മുമ്പിലുണ്ട്. പക്ഷേ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയം അതിലൊരു വലിയൊരു പ്രശ്നമാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം അവരുടെ തീവ്ര ദേശീയത എന്നുള്ളത് അതൊരു പ്രശ്നമാണ്. പക്ഷേ അതിലും എവിടെയൊക്കെ ഈ ദേശീയതയ്ക്കുള്ള സാധ്യതയുണ്ട്, സാധ്യതയില്ല എന്ന് കൃത്യമായ ബോധ്യങ്ങളുള്ളവർ തന്നെയാണ് നമ്മളെ ഭരിക്കുന്നവർ.
അപ്പോൾ അത്തരത്തിൽ ആ ദേശീയത ചിലയിടങ്ങളിൽ രണ്ടാമത് മാറ്റി വെക്കേണ്ടി വരും എന്നുള്ള ബോധ്യങ്ങളൊക്കെ നമ്മൾ അമേരിക്കയുടെ ഡീലുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അത്തരത്തിലുള്ളൊരു ഒരു 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 കൺസെഷൻ ഈ പറയുന്ന ബംഗ്ലാദേശിന് നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന ബംഗ്ലാദേശിന് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു മറ്റൊരു നമ്മളുമായി ശത്രുതാ മനോഭാവം പുലർത്തുന്ന നമ്മൾക്കെതിരായ മറ്റൊരു രാജ്യം കൂടി നമ്മളുടെ ഈ അറ്റത്ത് കൂടി വേണോ എന്നുള്ള ചോദ്യം നമ്മൾ കൃത്യമായി തന്നെ ഒരു സഹകരണാത്മകമായ ഒരു ബന്ധം ആവശ്യമാണ്. അത് എന്തെങ്കിലും തരത്തിൽ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കി ബംഗ്ലാദേശിനെ കൂടെ നിർത്താൻ വേണ്ടി മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചും ബംഗ്ലാദേശ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ത്യക്കൊരു അവസരം കൂടിയാണ്. ഈ പറയുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും കാലാകാലങ്ങളിലായി ടെക്സ്റ്റൈലുമായി വലിയ ബന്ധങ്ങളുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഒരു ഇൻസ്റ്റബിലിറ്റി, ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, എക്കണോമിക് ക്രൈസിസ് എന്ന് പറയുന്നത് ഇന്ത്യക്കൊരു സാധ്യത കൂടിയാണ്. ഈ ടെക്സ്റ്റൈൽ ക്ലസ്റ്ററുകൾ, വലിയ രീതിയിലുള്ള ടെക്സ്റ്റൈൽ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഈ സമയത്ത് ബംഗ്ലാദേശിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഓർഡർ പലതും വിയറ്റ്നാം പോലെ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അത്തരം ഈ പറയുന്ന സാധ്യതകൾ ഇന്ത്യക്ക് വിനിയോഗിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇനി ഒന്നാമത്തെ വലിയ രണ്ടാമത്തെ വലിയ എക്കോണമി ആവാനുള്ള വലിയ ശ്രമത്തിലൊക്കെയാണ് നമ്മളുള്ളത്. അപ്പോൾ പിന്നെ തൊഴിൽ കൊടുക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ഇൻഡസ്ട്രി കൂടിയാണ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പെട്ടെന്ന് സ്കില്ല് ചെയ്യിക്കാൻ സാധിക്കും എന്നുള്ളൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകൾ കൂടി ഇന്ത്യ വിനിയോഗിക്കണം. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളപ്പോൾ ഒറ്റ കറൻസി, ഷെങ്കൻ പോലുള്ള വിസ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ സൗത്ത് ഏഷ്യയിലും അങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ നേതൃത്വം എടുക്കാമെന്നുള്ളതാണ്. വളരെ നിർണായകമായ നേതൃത്വം എടുക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. നമ്മൾ ഈ പരമ്പരാഗതമായ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഗ്രൂപ്പിങ്ങൾക്കൊക്കെ പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ അത് കൃത്യമായി അല്ലെങ്കിൽ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന കാലത്താണ് ഇത്തരത്തിലുള്ള റീജിയണൽ ഇൻ്റഗ്രേഷനുകളുടെയൊക്കെ ഒരു പോസിബിലിറ്റി നമ്മൾ ആലോചിക്കുന്നത്. ഈ പറയുന്ന ഈ അമേരിക്കൻ ഹെജിമണി എന്നൊക്കെ പറയുന്ന സാധനത്തെയൊക്കെ നമ്മൾ ഒരു തരത്തിലെങ്കിലും ഒരു ചലഞ്ച് കൊടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള റീജിയണൽ ഗ്രൂപ്പിങ്ങുകൾ, ഇൻ്റഗ്രേഷനൊക്കെ വളരെ നിർണായകമാണ്. നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് വഴിമാറിപ്പോയെങ്കിലും ഇന്ത്യക്ക് സാധ്യതകളുണ്ട്. ഇന്ത്യയുടെ പല സാധ്യതകൾ ഇന്ത്യയുടെ മുമ്പിൽ തുറന്നു വെക്കുന്നു എന്ന് പറയുന്നത് അത് എങ്ങനെ അവധാനതയോടെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് നിർണായകമാവുക. അതിനുള്ളൊരു രാഷ്ട്രീയമായ ഒരു പൊളിറ്റിക്കൽ വിഷനും ഇച്ഛാശക്തിയും ഉണ്ടോ എന്നുള്ളൊരു പ്രശ്നമാണ്. എന്തായാലും അത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് BNP ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നേട്ടം സൗത്ത് ഏഷ്യയിലൊരു പുതിയ മാറ്റത്തിനുള്ളൊരു സാധ്യതകൾ തുറക്കുന്നുണ്ട്. ഇന്ത്യക്കാണ് അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അതിൽ ഉപയോഗിക്കാൻ അവരുടെ രാഷ്ട്രീയം തടസ്സമാണോ, അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. രാഷ്ട്രീയം പക്ഷേ ഒരു നമ്മളെ തന്നെ വിളിക്കുന്ന ഒരു സാംസ്കാരിക ഒരു സിവിലൈസേഷണൽ പവർ എന്നുള്ളതൊക്കെയാണ് നമ്മൾ അപ്പോൾ കുറെ കൂടി നമ്മൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം എന്നുള്ളതായിരിക്കും നമ്മൾ രാജ്യം എന്ന രീതിയിൽ കാണേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഈ പറയുന്ന ആസാം തെരഞ്ഞെടുപ്പും വെസ്റ്റ് ബംഗാൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിനപ്പുറവും ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുകയും ഇനി വർഷങ്ങളോളം ഈ രാജ്യങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അയൽപക്കക്കാരായി ജീവിക്കേണ്ടവരുമാണ്. അപ്പോൾ അയൽപക്കക്കാരായിട്ടുള്ള ബന്ധം മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുസ്സഹമാണെന്നൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ റിയാലിറ്റി പൊതുവിലുള്ള ചെയ്യുന്നറിയാം. അപ്പോൾ അത് കുറച്ചുകൂടി വളരെ ഡിപ്ലോമാറ്റിക്കായി കൈകാര്യം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് ഉള്ളത്. ബംഗ്ലാദേശ് ഈ കാലയളവിൽ നേടിയിട്ടുള്ള സാമ്പത്തിക പുരോഗതി, വ്യവസായത്തിലൂടെ അവർ നേടിയിട്ടുള്ള അഭിവൃദ്ധി, സാംസ്കാരികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഈ കാലയളവിൽ അവർ നേടിയിട്ടുള്ള എല്ലാ ഇതിനെയും ചോർത്തിക്കളയാനും ഇല്ലാതാക്കാനുമുള്ള എല്ലാ സാധ്യതകളും അവർക്ക് മുമ്പിൽ തന്നെ അവരായി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരെത്ര കണ്ട് അതിനെ കൃത്യമായി തന്നെ വിനിയോഗിക്കുന്നു. അവരുടെ ജനാധിപത്യ സാധ്യതകളെ വിനിയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള തിരിച്ചുവരവിന് സാധ്യതയുണ്ടെന്ന് എന്നുള്ളത് BNPയിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതിനെ എത്ര കണ്ട് ഈ പ്രതിപക്ഷ പാർട്ടികൾ അതിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കും എന്നുള്ളതും ബംഗ്ലാദേശിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നിർണായകമായൊരു സന്ധിയായിരിക്കും BNPയുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. എന്തായാലും BNPയുടെ ഈ വിജയം യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ്. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലും വളരെ നിർണായകമായൊരു സംഗതി തന്നെയാണ്. ഈ ഇപ്പോൾ അവരുടെ മുന്നിലുള്ള വെല്ലുവിളികൾ അതിജീവിക്കാൻ BNPക്ക് കഴിയുമോ, അവരുണ്ടാക്കുന്ന സർക്കാരിന് കഴിയുമോ എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നിർണ്ണയിക്കപ്പെടുക.
ആ നിലയിൽ നമ്മുടെ ഈ സംവാദം അവസാനിപ്പിക്കാനുള്ള സമയമായി. നന്ദി.